السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ വരുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നീ നന്നായി ഉപയോഗപ്പെടുത്തുക. ഷബാബക ഖബ്ല ഹറമിക്. ഷബാബക്, നിന്റെ യൗവനം ഉപയോഗപ്പെടുത്തുക. ഖബ്ല ഹറമിക്, നിനക്ക് പ്രായം ചെല്ലുന്നതിന് മുൻപ്, വയസ്സാകുന്നതിന് മുൻപ്. വസിഹതക ഖബ്ല സഖമിക്, നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തുക. ഖബ്ല സഖമിക്, നിനക്ക് രോഗം വരുന്നതിന് മുൻപ്. വഗിനാക ഖബ്ല ഫഖറിക്, നിന്റെ സമ്പന്നത നീ ഉപയോഗപ്പെടുത്തുക. ഖബ്ല ഫഖറിക്, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുൻപ്. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിന്റെ ഒഴിവ് സമയം നീ പ്രയോജനപ്പെടുത്തുക. ഖബ്ല ശുഗ്ലിക്, നിനക്ക് തിരക്ക് വരുന്നതിന് മുൻപ്. വഹയാതക ഖബ്ല മൗതിക്, നിനക്ക് മരണം വന്നെത്തുന്നതിന് മുൻപ് നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. നോക്കൂ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ കാര്യം അതിന് മുമ്പുള്ളത് മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. ഖബ്ല മൗതിക്, നിന്റെ മരണം വരുന്നതിന് മുൻപ്. എന്തുകൊണ്ടാണത്? കാരണം മരണം മനുഷ്യൻ്റെ അമൽ പ്രവർത്തനം മുറിച്ചു കളയുന്ന കാര്യമാണ്. സലഫുകളിൽ ചിലർ, നമ്മുടെ നല്ലവരായ മുൻഗാമികളിൽ ചിലർ ഒരു ഖബർസ്ഥാനിന് അരികിൽ ചെല്ലുകയും എന്നിട്ട് ചുറ്റുമുള്ളവരെ പഠിപ്പിക്കാൻ ഇങ്ങനെ പറയുകയും ചെയ്തു: യാ അഹ്ലൽ ഖുബൂർ, ഓ ഖബറാളികളെ, ഈ ഖബറുകളിൽ മരിച്ചു കിടക്കുന്നവരെ, ഇന്നൽ മാല ഖദ് ഇഖ്തുസിം, നിങ്ങളുടെ സമ്പത്തെല്ലാം വീതം വെക്കപ്പെട്ടിരിക്കുന്നു, അതൊക്കെ ഓരോ ആളുകൾ കൊണ്ടുപോയി. വന്നിസാഉ ഖദ് തസവ്വജ്ൻ, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ള ആളുകൾ വിവാഹം കഴിച്ചു. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ആളുകൾ വീതിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു: വല്ലാഹി ലൗ അജാബു ലഖാലു ലം നറ സാദൻ ഖൈറൻ മിന തഖ്വ. അവരെങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ, ഇതിന് മറുപടി പറയാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു: വല്ലാഹി, അല്ലാഹുവാണ്, ലം നറ സാദൻ ഖൈറൻ മിന തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന കാര്യമല്ലാതെ ഈ യാത്രയിൽ ഒരു കാര്യവും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല. അവരോട്, മരിച്ചവരോട് നിങ്ങളുടെ സമ്പത്തൊക്കെ പോയി എന്നോ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ, നിങ്ങളുമായി സ്നേഹം പങ്കിട്ട ആ സ്ത്രീകൾ മറ്റുള്ള ആരുടെയൊക്കെയോ ഭാര്യമാരായി എന്ന് പറഞ്ഞാലോ അവർക്ക് അതൊന്നും തന്നെ ഒരു വിഷയമാകുമായിരുന്നില്ല. അവരുടെ കാര്യം അവരുടെ അമലാണ്. ഇതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഈ ജീവിതത്തിൽ മരണത്തിന് ശേഷവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കാൻ ഏറ്റവും താല്പര്യം കാണിക്കുന്നവരായിരിക്കും. സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരെക്കുറിച്ച് ചില റിവായത്തുകൾ കാണാം, അവരിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും പൈസ കയ്യിലുണ്ടോ വഖഫ് ചെയ്യാതെ മരിച്ചു ഒരാളും അവരിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചില റിവായത്തുകൾ കാണാം. പൈസ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഖഫ് ചെയ്യാതെ അവരിൽ ആരും മരിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ടാണത്? വഖഫ് എന്ന് പറഞ്ഞാൽ അതേത് ഗണത്തിലാണ് പെടുക? സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അത് വഖഫാണ്. അപ്പോൾ നോക്കൂ, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും തൻ്റെ മരണത്തിന് ശേഷം തനിക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും ബാക്കി വെച്ച് പോകാൻ ആലോചിക്കും. എന്തുകൊണ്ട്? നമ്മളിൽ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആരെയാണ് മരണം കൂടുതൽ പിടികൂടുക? വൃദ്ധരായ ആളുകളെയാണോ അതല്ല യുവാക്കളെയാണോ? എല്ലാവരും മരിക്കും, പക്ഷേ
ആരാണ് കൂടുതൽ ലോകത്ത് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് കാണാം, യുവാക്കളാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അതിനുള്ള തെളിവാണ് നീ നോക്കിയാൽ സമൂഹത്തിൽ കൂടുതൽ കാണുക ആരെയാണ്? വൃദ്ധന്മാരെയല്ല, പിന്നെ യുവാക്കളെയാണ്. അവരാണ് കൂടുതൽ. അവരെല്ലാം പ്രായം ചെല്ലുന്നത് വരെ ജീവിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ കാണേണ്ടിയിരുന്നത് ആരെയായിരുന്നു? വൃദ്ധന്മാരെയായിരുന്നു. മരണം കൂടുതൽ പിടികൂടുന്നത് പ്രായം ചെല്ലാത്തവരെയാണ് എന്നതിനുള്ള തെളിവാണത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് എന്ന സലഫുകളിൽ താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, അദ്ദേഹം തൻ്റെ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ആളുകളെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വിളവ്, ഒരു കൃഷി, അതതിൻ്റെ മൂപ്പെത്തിയാൽ പിന്നെന്താണ് ബാക്കിയുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു ഹസാദ്, പിന്നെ അത് കൊയ്തെടുക്കുക എന്നതേ ബാക്കിയുള്ളൂ. പ്രായം ചെന്ന ആളുകളോട് ചോദിക്കുകയാണ്, മൂപ്പെത്തി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് കൊയ്യലാണ്. പ്രായം ചെന്ന ആളുകൾക്ക് മരണമടുത്തിരിക്കുന്നു എന്നത് സൂചിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പ്രായം എന്നത്, പ്രായത്തിൻ്റെ അടയാളം എന്നത് താക്കീതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മരണത്തിൻ്റെ സമയത്ത് ആളുകൾ വിലപിക്കുന്ന രംഗം. അവർ പറയും, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി നീട്ടി തന്നിരുന്നെങ്കിൽ. അവരോട് പറയുക എന്താണ്? അവലം നുഅമ്മിർക്കും. പരലോകത്ത് ശിക്ഷ ലഭിക്കുമ്പോൾ വിലപിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ മരണത്തിൻ്റെ സമയത്ത് വിലപിക്കുന്ന ആളുകളോട് പറയുന്ന മറുപടി, റബ്ബിൻ്റെ മറുപടി, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? അവലം നുഅമ്മിർക്കും വയതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ച് താക്കീത് നൽകുന്ന ഏതൊരാളും ഈ നദീർ എന്ന് പറഞ്ഞതിൻ്റെ വകുപ്പിൽപ്പെടും. ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, തലയിലും താടിയിലുമെല്ലാം വരുന്ന നര, അത് നദീറാണ്, താക്കീതാണ്, സമയമെടുത്തിരിക്കുന്നു എന്നതിനുള്ള താക്കീതാണ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, പ്രായമുള്ളവരെ നോക്കിയിട്ട് ഈ ചോദ്യം ചോദിച്ചു, സമയം മൂപ്പത്തിയാ പിന്നെ എന്താണ് ബാക്കി? കൊയ്തെടുക്കലാണ്. ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ എത്രയോ കൃഷി വിഭവങ്ങൾ, എത്രയോ കാർഷിക വിളകൾ അതിൻ്റെ സമയമെത്തുന്നതിന് മുൻപ്, അതിൻ്റെ മൂപ്പെത്തുന്നതിന് മുൻപ് പല പല വിപത്തുകളും ബാധിച്ച് നശിച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് സമയം എത്തുന്നതിന് മുൻപ് പച്ചയായിരിക്കെ തന്നെ അത് നശിച്ചു വീണിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ എല്ലാം അവസ്ഥ എന്നിരിക്കെ, അടുത്ത നിമിഷം റൂഹ് പിടിക്കപ്പെട്ടാൽ ബാക്കിയാകുന്ന അമലുകൾ ചെയ്തു വെക്കാൻ ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മരണശേഷവും ബാക്കി നിൽക്കുന്ന ഒരു പിടി അമലുകളെക്കുറിച്ച് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വ്യത്യസ്തങ്ങളായ റിവായത്തുകളിൽ, ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളിൽ നിന്നൊഴികെ. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയത്തായ സദഖ ഒഴികെ. ജാരിയത്തായ സദഖ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വഖഫാണത്. എന്നാൽ വഖഫ് എന്നാൽ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണമായി പറയും, തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ എന്നാണ് വഖഫ്. തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ. വഖഫ് എന്താണ് ചോദിച്ചാൽ അതാണ് ഉത്തരം. ആ വസ്തു അവിടെ, അതിൻ്റെ അസ്ൽ അവിടെ നിലനിർത്തും, എന്നിട്ട് അതിൻ്റെ ഉപകാരം ആളുകൾക്ക് വിട്ടുകൊടുക്കും. അതാണ് വഖഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണർ മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായി വന്നപ്പോൾ പറഞ്ഞു, ആരാണ് കിണർ വാങ്ങുക, എന്നിട്ട് അത് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നൽകുക. വദൽവുഹു മഅ ദിലാഇൽ മുസ്ലിമീൻ, അത് വാങ്ങി ദാനം ചെയ്ത ആളുടെ, അയാൾക്ക് കോരാനുള്ള ബക്കറ്റ് ബാക്കി മുസ്ലിമീങ്ങളുടെ ബക്കറ്റിനോടൊപ്പമാണ്.
അയാൾക്ക് അതിൽ നിന്ന് കോരാം, ബാക്കി മുസ്ലിമീങ്ങൾക്ക് കോരാം എന്നതുപോലെ. എന്താണ് പ്രതിഫലം? ജന്ന, സ്വർഗമാണ്. ആരാണത് വിലക്ക് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അർദാഹ്. സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ പലകുറി പല സന്ദർഭങ്ങളിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അർദാഹ്. അപ്പോൾ നോക്കൂ, അത് വഖഫിനുള്ള ഉദാഹരണമാണ്. കിണർ ഒന്നും ചെയ്യുന്നില്ല, ഒരാൾക്ക് കൊടുക്കുന്നില്ല, അതവിടെ നിലനിൽക്കും. അതിലെ വെള്ളം ആളുകൾക്ക് കുടിക്കാം. ഇത് വഖഫിനുള്ള ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഇൽമിൻ യുൻതഫഉ ബിഹ്, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന വിജ്ഞാനം. 3 ഔ വലദിൻ സാലിഹ് യദ്ഉ ലഹ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ നല്ല സന്താനം. ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. എന്നാൽ ഇതല്ലാത്ത മറ്റു ചില ഹദീസുകളിൽ മറ്റു പല കർമ്മങ്ങൾ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ പലതും നോക്കിയാൽ ഈ സദഖത്തുൻ ജാരിയയിൽ ഉൾപ്പെടുന്ന കാര്യമായിരിക്കും, അതല്ലെങ്കിൽ ഉപകാരപ്രദമായ വിജ്ഞാനം എന്നതിൽ ഉൾപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ എണ്ണം അല്ല യഥാർത്ഥത്തിൽ കാര്യം. എണ്ണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. 3 മാത്രമേ ഉള്ളൂ എന്ന് അതിന് അർത്ഥമില്ല. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹ്. 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ മരണശേഷവും അവനുള്ള പ്രതിഫലമായി വന്നു ചേരും. അതിൻ്റെ പ്രതിഫലം എന്തൊക്കെയാണ്? മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു അറിവ് പഠിപ്പിച്ചാൽ, ഔ ഖറാ നഹറൻ, അല്ലെങ്കിൽ ഒരു നദി ഒരാൾ ഒഴുക്കിയാൽ, ഒരു ജലാശയം ഒഴുക്കി, ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, ഔ ഗറസ നഖ്ലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന ഒരാൾ നട്ടുപിടിപ്പിച്ചു, ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു മസ്ജിദ് നിർമ്മിച്ചു, ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് ഒരാൾ തൻ്റെ കാലശേഷം ആളുകൾക്ക് വിട്ടേച്ചു പോയി, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹ്, മരണത്തിനു ശേഷവും തനിക്ക് വേണ്ടി പാപമോചനം തേടുന്ന ഒരു സന്താനത്തെ ഒരാൾ ബാക്കി വെച്ചു പോയി. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങൾ, തജ്രി അലൈഹിം ഉജൂറുഹും ബഅദൽ മൗത്ത്, അതിൻ്റെ പ്രതിഫലം ചെയ്യുന്നവർക്ക് അവരുടെ മരണശേഷവും വന്നു ചേരും. റജുലുൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കവേ മരണപ്പെട്ട ഒരു മനുഷ്യൻ. മുസ്ലിമീങ്ങൾക്ക് കാവലായ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടു. വറജുലുൻ അല്ലമ ഇൽമൻ ഫഅജ്റുഹു യജ്രി അലൈഹി മാ ഉമില ബിഹ്, അല്ലെങ്കിൽ ഒരു വിജ്ഞാനം ഒരാൾ പഠിപ്പിച്ചു, അത് ആളുകൾ എത്ര കാലം പ്രാവർത്തികമാക്കുന്നോ അത്രയും കാലം അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. വറജുലുൻ അജ്റാ സദഖതൻ ഫഅജ്റുഹാ യജ്രി അലൈഹി മാ ജറത് അലൈഹിം, ഒരു സദഖ, ഒരു ദാനധർമ്മം ഒരാൾ വിട്ടേച്ചു പോയി, ആ ദാനധർമ്മം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാലത്തോളം ഇയാൾക്ക് അതിൻ്റെ പ്രതിഫലം വന്നു ചേരും. വറജുലുൻ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹ്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനങ്ങളെ വിട്ടേച്ചു പോയ ഒരു മനുഷ്യൻ. 3 ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇതിൽ നിന്നുള്ള 10 അമലുകൾ പണ്ഡിതന്മാർ പ്രത്യേകം മരണത്തിനു ശേഷവും നിലനിൽക്കുന്നതായി പറഞ്ഞത് കാണാം. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന് മനോഹരമായ ഒരു റിസാല, ഒരു ലഘുകൃതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതിൽ അദ്ദേഹം ഈ ഹദീസിൽ നിന്ന് ക്രോഡീകരിച്ച 10 അമലുകൾ ഞാൻ നിങ്ങളെ ചുരുങ്ങിയ രൂപത്തിൽ ഈ മജ്ലിസിൽ കേൾപ്പിക്കട്ടെ. ഒന്നാമത്തേത് ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അറിവ് പ്രചരിപ്പിക്കുക എന്നത്. ഉപകാരപ്രദമായ വിജ്ഞാനം അത് പ്രചരിപ്പിക്കുക. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ പറയപ്പെട്ട കർമ്മങ്ങളിൽ ഏറ്റവും കാലം നിലനിൽക്കാൻ സാധ്യതയുള്ള, അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഇതാണ് എന്നാണ് അറിവെന്ന് പറയുന്നത്. അത് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാർ അവരെന്താണ് യഥാർത്ഥത്തിൽ വിട്ടേച്ചു പോയത്? അറിവാണ്. അവരുടെ അനന്തര സ്വത്ത് അറിവാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം എന്താണ്? അവർ വഴിക്കാണ് നമുക്ക് ഖുർആൻ ലഭിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ലഭിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിൻ്റെ മഹത്തരമായ ഒരു ചെറിയ കിതാബിൽ റഫഉൽ മലാം അനിൽ അഇമ്മത്തിൽ അഅലാം എന്ന 4 ഇമാമിങ്ങളെ കുറിച്ചുള്ള കിതാബിൽ ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ഈ ഉമ്മത്തിലെ അഇമ്മത്തുകൾ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ, അഖീദയെ ബാധിക്കാത്ത വിഷയങ്ങളിൽ, അതിലാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ കുറ്റമല്ല ഉള്ളത്, പ്രതിഫലമാണുള്ളത് എന്ന് മനോഹരമായി വിശദീകരിക്കുന്ന ആ കിതാബിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. അഹ്ലുൽ ഇൽം, അറിവിൻ്റെ ആളുകൾ, അള്ളാഹുവിൻ്റെ കിതാബ് വബിഹി ഖാമു വഖാമ ബിഹിം, ഈ ഖുർആൻ മുഖേനയാണ് അവർ നിലനിന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലനിന്നത്. അള്ളാഹു ഈ ഖുർആൻ നിലനിർത്തിയത് അവരെ കൊണ്ടാണ്. കാരണം അവരാണ് അത് ജനങ്ങളെ പഠിപ്പിച്ചത്, അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തത്, അതിൻ്റെ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു നൽകിയത്. നോക്കൂ, അതുകൊണ്ട് അവരുടെ നല്ല സ്മരണ അവരുടെ മരണത്തിന് ശേഷം നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ മൺമറഞ്ഞു പോയത് പണ്ഡിതന്മാരുടെ ശരീരമാണ്, അല്ല എങ്കിൽ അവരുടെ വിജ്ഞാനം അത് നിലനിൽക്കുന്നു, ആളുകളുടെ മനസ്സിൽ അത് നിലനിൽക്കുന്നു. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ്. സഹാബിമാർ റളിയല്ലാഹു അൻഹും അറിവ് പ്രചരിപ്പിച്ചു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനം അവർ ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. താബിഈങ്ങൾ, 4 ഇമാമുമാർ, അവർക്ക് ശേഷം വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, നോക്കൂ നിങ്ങൾ, അവരുടെ പേരുകൾ ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, അവരെക്കുറിച്ചുള്ള സ്നേഹം അല്ലാഹു റബ്ബുൽ ആലമീൻ ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് വലിയ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ആ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരവരാണ്. കാരണം മനുഷ്യർ 4 കൂട്ടക്കാരാണ് എന്നാണ്, 4 രൂപത്തിനാണ് ആളുകൾ. ഒന്ന്, ജീവിച്ചിരിക്കുന്നു, പക്ഷേ അവരുടെ ആ ജീവിതം, അതിൻ്റെ കീർത്തി അവരുടെ മരണത്തോടുകൂടി ഇല്ലാതായി പോകുന്നു. രണ്ടാമത്തെ കൂട്ടർ, അവർ മരണപ്പെട്ടവരാണ്, പക്ഷെ അവരുടെ സ്മരണ ഇപ്പോഴും നിലനിൽക്കുന്നു. മൂന്നാമത്തെ കൂട്ടർ ജീവിച്ചിരിക്കുന്നു, പക്ഷേ അവർ നാളെ മരണത്തിന് ശേഷവും ജീവിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നാലാമത്തെ കൂട്ടരാരാണ്? മരണശേഷവും ഒരു നന്മയും അവൻ ബാക്കി വെക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുമില്ല. ഈമാൻ കൊണ്ട്, സാലിഹായ അമൽ കൊണ്ട് അവൻ്റെ ജീവിതം അവൻ യഥാർത്ഥത്തിൽ ജീവസുറ്റതാക്കുന്നുമില്ല. അവൻ മയ്യിത്തുൻ മയ്യിത്ത്, ഇപ്പോഴേ മയ്യിത്താണ്. മരിച്ചാൽ പിന്നെ ഒറിജിനൽ മയ്യിത്ത് പിന്നെ ആവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഹയ്യുൻ ഹൈ, ഹയ്യുൻ മയ്യിത്ത്, മയ്യിത്തുൻ ഹൈ, മയ്യിത്തുൻ മയ്യിത്ത്. ഇതാണ് ഈ 4 വിഭാഗങ്ങൾ. ഞാൻ നേരത്തെ വിശദീകരിച്ചത് ഈ 4 കൂട്ടരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഇപ്പോൾ ഹൃദയത്തിന് ഹയാത്തുള്ള നല്ല ആളുകൾ, മരണശേഷവും ഈ രൂപത്തിൽ നല്ല സ്മരണ നിലനിൽക്കുന്നവർ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല വിജ്ഞാനം എന്തെങ്കിലും നീ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, പഠിച്ചു പറഞ്ഞു കൊടുക്കുക. അതിന് സാധിച്ചില്ല എങ്കിൽ പഠിച്ചു പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞത് നീ പ്രചരിപ്പിക്കുക. അതിനുള്ള നിന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നീ അതിന് ചെയ്യുക. ഒരു അറിവ് നീ കൈമാറുക, ഒരറിവ് നീ പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും നിന്നെ കൊണ്ട് കഴിയുന്ന പ്രയത്നം, നിന്റെ ശരീരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് കൊണ്ടായിരിക്കും, എന്തെങ്കിലും നല്ല വിജ്ഞാനം പ്രചരിപ്പിക്കാനുള്ള അതിനുള്ള ഒരു സഹായം നിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ നീ എപ്പോഴും പരിശ്രമിക്കുക. കാരണം അതുകൊണ്ട് ലഭിക്കുക ആളുകളുടെ ഹൃദയങ്ങൾക്ക് നൂറാണ്. ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് വരിക ഈ വിജ്ഞാനം, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ വിജ്ഞാനം ലഭിച്ചാലാണ്. അല്ലെങ്കിൽ ആളുകൾ ഇരുട്ടിലാണ്, ആളുകൾ കന്നുകാലികളെക്കാൾ മോശമായ അവസ്ഥയിലാണ്. അവർക്ക് ഈ വിജ്ഞാനമില്ല എങ്കിൽ, കിതാബിൻ്റെ സുന്നത്തിൻ്റെ അറിവ്, തൗഹീദിനെ കുറിച്ചുള്ള അറിവ്, സുന്നത്തിനെ കുറിച്ചുള്ള അറിവ്, നന്മതിന്മകളെയും വേർതിരിക്കുന്ന അറിവ്, ഇത് മനുഷ്യനില്ലെങ്കിൽ കന്നുകാലികളെക്കാൾ മോശമായ അവസ്ഥയിലാണ്. അള്ളാഹു അതാണ് പറഞ്ഞത്, ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അവർ കന്നുകാലികളെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമാണ്. എന്താണ് അതിനേക്കാൾ മോശമാണെന്ന് പറയാൻ കാരണം? കന്നുകാലികൾ
ഒരു ഭാഗത്തേക്ക് പോയാൽ അതിന് അപകടം പറ്റുമെന്ന് കണ്ടാൽ അങ്ങോട്ട് പോവുകയില്ല, മാറി നിൽക്കും, അങ്ങോട്ട് നീങ്ങുകയില്ല. ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക്, ഒരു തീയിലേക്ക് നീ ഒരു കാലിയെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കി, അത് സമ്മതിക്കുകയില്ല, പോകണം അങ്ങോട്ട്, അത് മാറി നിൽക്കും. എന്നാൽ സുബ്ഹാനല്ലാഹ് ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഈ കാലിയേക്കാൾ മോശമാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞു, ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അവരെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞത്. ജനങ്ങളെ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കുക അറിവെന്ന കാര്യം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ് ഫലഹു സവാബുഹാ മാ തുലിയത്. മൻ അല്ലമ ആയതൻ ഫി കിതാബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു ആയത്ത് പഠിപ്പിച്ചാൽ ഫലഹു സവാബുഹാ, അവൻ അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. മാ തുലിയത്, അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം. നീ നിൻ്റെ കുട്ടിയെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചാൽ അവനത് പാരായണം ചെയ്യുന്ന കാലത്തോളം നിനക്കതിൻ്റെ പ്രതിഫലം. നീ ആ കുട്ടിയെ വുദൂ പഠിപ്പിച്ചാൽ, എന്നാൽ വുദൂഇൻ്റെ നിസ്കാരത്തിൻ്റെ ഫാത്തിഹയുടെ ഒക്കെ പ്രത്യേകത, മരിക്കുന്നവർ അവനത് അമലാക്കും. അതുകൊണ്ട് ആ നന്മകളിൽ നീ ആദ്യം മുന്നേറാൻ ശ്രമിക്കുക. അവനവൻ്റെ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക. മറ്റുള്ളവരുടെ കുട്ടികളെ പഠിപ്പിച്ചില്ല എങ്കിലും ഇവരോട് നോക്കൂ, ചെറിയ മക്കളെ പഠിപ്പിക്കുക എന്നത് ശ്രേഷ്ഠമായ, വളരെ ശ്രേഷ്ഠമായ അമലാണ്. അത് അയാളുടെ നീയത്ത് നല്ലതാണ് എങ്കിൽ. ചെറിയ കുട്ടികളെ ആദ്യമായി ആ കുട്ടി പഠിപ്പിക്കപ്പെട്ടത് ഒരു ഉസ്താദിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപികയിൽ നിന്നാണ് എങ്കിൽ നോക്കൂ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്. അതാദ്യമായി വുദൂ ചെയ്തത് ഇതാ ഇങ്ങനെ കൈ കഴുകണം, വായുവെള്ളം കൊപ്പിളിക്കണം, മുഖം കഴുകണം, ഫാത്തിഹ ഇങ്ങനെയാണ്, സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെയാണ്, സൂറത്തുൽ ഫലഖ് ഇങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ല, എത്ര വലിയ പ്രതിഫലമാണ് അവർ നേടിയെടുക്കുന്നത്. നീയത്ത് നല്ലതാണ് എങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇൽം, അതാണ് ഒന്നാമത്തെ കാര്യം, അറിവ്. രണ്ടാമത്തേത് ഈ ഹദീസുകളിൽ വന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ നഹ്റൻ അജ്റാഹ്, ഒരു നദി ഒഴുക്കിയിട്ടുണ്ട് എങ്കിൽ, അഥവാ ഒരു വെള്ളമെത്താത്ത ഒരു നാട്ടിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ചാല് കീറിയിട്ടോ ഒരു കനാല് കീറിയിട്ടോ അതിനൊക്കെ സഹകരിച്ചു കൊണ്ട് ഒരാൾ പ്രയത്നിക്കുക, ഒരാൾ സ്വന്തം ചെലവിൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആളുകളുമായി സഹകരിച്ച് ചെയ്യുക. അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് വെള്ളമെത്താത്തിടങ്ങളിൽ കനാല് കുഴിച്ചിട്ടായാലും അല്ലെങ്കിൽ പൈപ്പ് ലൈനുകൾ വഴിയായാലും വെള്ളമെത്തിക്കാൻ ഒരാൾ സഹായിക്കുക. അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരു സ്ഥലത്ത് ചെയ്തു വെച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, വഇഫ്റാഗുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ, നീ നിന്റെ ബക്കറ്റിൽ നിന്ന് നിന്റെ സഹോദരന്റെ ബക്കറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയോട് ഏറ്റവും ശ്രേഷ്ഠമായ സദഖയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സഖിയുൽ മാ, വെള്ളം കൊടുക്കലാണ്. മനസ്സിലായി, ഇവിടെ ദാഹിച്ചവന് വെള്ളം കൊടുത്താൽ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്നെ ദാഹജലം കുടിപ്പിക്കുമെന്നാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത് അന്യർക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ കിട്ടൂവെന്ന്. അല്ല, ഒരിക്കലുമല്ല. നിന്റെ ചെറിയ കുട്ടി കളിച്ച് തളർന്നു വരികയാണ്, കളിച്ചിട്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിന് ചോദിക്കണം, നീ ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് വെള്ളമെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് നിന്റെ കുട്ടിക്ക് കൊടുക്കുകയാണ്. സഹോദര, നീ പ്രതിഫലം പ്രതീക്ഷിക്കുക. അല്ലാഹുവിൽ വലിയ പ്രതിഫലം നീ പ്രതീക്ഷിക്കുക. ദാഹിച്ച ഒരു മനുഷ്യനാണ്, ചെറിയ കുട്ടിയാണ് എങ്കിലും അതിന് വെള്ളം കൊടുക്കുക പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ ആളുകൾക്ക് വെള്ളം നൽകുക എന്നത്, സുബ്ഹാനല്ലാഹ്, ചില രോഗങ്ങൾ വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മാറ്റിക്കൊടുക്കാൻ ഈ അമൽ പ്രത്യേകമായി ചെയ്തത് കാണാം. രോഗങ്ങൾ വന്നപ്പോൾ അല്ലാഹു അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി അവർ ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്ന അമൽ പ്രവർത്തിക്കുകയും എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്തത് കാണാം. മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ കാലങ്ങളായി പിടികൂടിയ രോഗങ്ങൾ അവർക്ക് മാറ്റിക്കൊടുത്ത കഥകൾ സലഫുകളുടെ ചരിത്രത്തിൽ വന്നു. വെള്ളം ആളുകൾക്ക് കൊടുക്കാൻ നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ നോക്കൂ, ഈ മസ്ജിദുകളിൽ
നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വെള്ളം കൊണ്ടുവന്ന് നിറക്കുന്ന ആളുകൾ ഈ പ്രതിഫലം മനസ്സിലാക്കിയവരാണ് അവരിൽ പലരും. അതുകൊണ്ടാണ് ആ കർമ്മങ്ങൾ അതിനാളുകൾ മുന്നേറുന്നത്, പ്രത്യേകിച്ച് ഉഷ്ണകാലത്ത് ആളുകൾക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ. അതുകൊണ്ട് ആ നന്മ വലിയ നന്മയാണ്. അത് നിലനിൽക്കുന്ന നന്മയാക്കാൻ സാധിക്കുമെങ്കിൽ, നിലനിൽക്കുന്ന വെള്ളം എപ്പോഴും നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾക്ക് കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ നന്മയാണ്. മൂന്നാമത്തെ കാര്യം, ഇത് ഒഴുകുന്ന വെള്ളമാണ് എങ്കിൽ, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഔ ശഖ്ഖ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു. കിണർ കുഴിക്കുക എന്നത് വേറെത്തുനിന്ന് വെള്ളം കൊണ്ടുവരികയല്ല, മറിച്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് കുഴിച്ചു കൊടുക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫറ മാഅൻ ലം യശ്റബ് മിൻഹു കബിദുൻ ഹറാ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ ദാഹിക്കുന്ന ഒരു കരൾ അഥവാ ദാഹിക്കുന്ന ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ, ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ജിന്നിൻ ഔ വല ഇൻസിൻ വല സബ്ഇൻ വല ത്വാഇറിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ, അതിൽ നിന്ന് ജിന്നോ മനുഷ്യനോ മൃഗമോ പക്ഷിയോ ആരു കുടിച്ചാലും അന്ത്യനാളിൽ ഈ മനുഷ്യൻ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ദാഹിക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരാളുടെ കഥ? ചില റിവായത്തുകളിൽ അതൊരു ദുർനടപ്പുകാരിയായ സ്ത്രീയായിരുന്നു എന്നും കാണാം. അതിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു അതിന് പുറത്തു കൊടുത്തു എന്നാണ്, അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാണ്, അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊടുത്തു എന്നാണ്. സുബ്ഹാൻ അല്ലാഹ്, ഒരു നജസ് ആയ ജന്തുവിന് വെള്ളം കൊടുത്തതിൻ്റെ പ്രതിഫലമാണ്. എങ്കിലൊരു മനുഷ്യന് കൊടുത്താൽ എന്തായിരിക്കും? അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ കിണറ്റിൽ നിന്ന് കോരി തൻ്റെ ഷൂസിൽ കോരി കൊടുത്തതിനാണ് ആ പ്രതിഫലം. സുബ്ഹാൻ അല്ലാഹ്, ആ ഒരു കിണർ തന്നെ കുഴിച്ചു കൊടുത്ത ആളുടെ പ്രതിഫലം എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ഒരാൾക്കൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് കിണർ കുഴിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ഒറ്റയ്ക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ല ആരോടെങ്കിലും പങ്കുചേർന്ന് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള നന്മകൾ ചെയ്താൽ ഈ നീയത്ത് അവിടെ വെക്കുക, മരണശേഷവും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളിൽ വന്നത്, ഔ ഗറസ നഖ്ലൻ, ഒരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിച്ചാൽ. ഈത്തപ്പന മരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകം വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആ മരത്തിന് മറ്റുള്ള മരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതിൻ്റെ ഫലം, അതിൻ്റെ കായ, അത് കൂടുതൽ ശ്രേഷ്ഠമായ ഫലമാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ജുമ്മാർ എന്ന് പറയുന്ന അതിൻ്റെ തടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത് അതും ഭക്ഷണ പദാർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനശ് ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹാ വ ഇന്നഹാ മസലുൽ മുസ്ലിം, മരങ്ങളിൽ ഒരു മരമുണ്ട്, ഇല പൊഴിയാത്ത മരം, അത് മുസ്ലിമിനെ പോലെയാണ് ആ മരം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിനശ് ശജരി ലമാ ബറകതുഹു കബറകതിൽ മുസ്ലിം, മരങ്ങളിൽ ഒരു മരമുണ്ട്, അതിൻ്റെ ബറക്കത്ത് മുസ്ലിമിൻ്റെ ബറക്കത്ത് പോലെയാണ്. ഈ നഖ്ല, അത് ഈത്തപ്പനയാണ്. മറ്റൊരു ഹദീസ് നോക്കൂ, മസലുൽ മുഅ്മിനി മസലുൻ നഖ്ല, മുഅ്മിൻ നഖ്ലത്തിനെ പോലെയാണ്. മാ അഖദ്ത മിൻഹാ മിൻ ഷൈഇൻ നഫഅക്, അതിൽ നിന്ന് ഏതു ഭാഗം എടുത്താലും നിനക്ക് ഉപകാരപ്പെടും. എല്ലാ ഭാഗവും, അതിൻ്റെ ഓലയും തടിയും ഫലവും എല്ലാം ഉപകാരപ്പെടും. ഒരു മുഅ്മിൻ ഇങ്ങനെയാണ് എന്നാണ്. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. ضربallahu مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس. അള്ളാഹു ഇതാ ഒരു ഉദാഹരണം പറയുന്നു, നല്ല ഒരു വാക്കിൻ്റെ ഉദാഹരണം, അത് ഒരു നല്ല മരത്തിൻ്റെ ഉദാഹരണമാണ്. അസ്ലുഹ സാബിത്ത്, അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു. വഫറഉഹ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു, അതിൻ്റെ ശാഖകൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. അത് മുഅ്മിനിൻ്റെ ഉദാഹരണമാണെന്നാണ്. കാരണം മുഅ്മിൻ അവൻ്റെ ഈമാനാണ് അതിൻ്റെ അടിവേരിൻ്റെ ഉദാഹരണം. അവൻ ഈമാൻ ഉറച്ചവനാണ്. ഈമാനിൻ്റെ ശക്തമായ അടിവേരുകൾ, വിശ്വാസത്തിൻ്റെ ശക്തമായ അടിവേരുകൾ, അതിൻ്റെ അടിത്തറയിൽ നിന്നിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം അവൻ്റെ നന്മകൾ ആളുകൾക്ക് തണലേകുന്നു. ഈ മരത്തിൻ്റെ ഫലങ്ങൾ ആളുകൾ കഴിക്കുന്നത് പോലെ
അവൻ്റെ സൽസ്വഭാവവും അവൻ്റെ സതുപദേശവും അവൻ്റെ സദഖയും അവൻ്റെ നല്ല സഹവാസവും അവൻ്റെ നല്ല കൂട്ടും എല്ലാം ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. അവൻ റബ്ബുമായുള്ള തൻ്റെ ബന്ധം നന്നാക്കിയവനാണ്, പടപ്പുകളുമായുള്ള ഇടപാടുകൾ നന്നാക്കിയവനാണ്. അതാണ് ഈ ഉദാഹരണം. അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. തൻ്റെ റബ്ബിൻ്റെ അനുമതിയോടെ ആ മരം അതിൻ്റെ ഫലം ഓരോ കാലത്തും ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ. ഒരു മോശം വാക്കിൻ്റെ ഉദാഹരണം കുഫ്റിൻ്റെ ഉദാഹരണമാണത്. ഒരു മോശം മരത്തിൻ്റെ ഉദാഹരണമാണ്. ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ്, അത് ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. മാ ലഹാ മിൻ ഖറാർ, അതിന് യാതൊരു നിലനിൽപ്പുമില്ല. ഇത് കുഫറിൻ്റെ അതിൻ്റെ ആളുകളുടെ ഉദാഹരണമാണ്. മുശ്രിക്കിൻ്റെ ഉദാഹരണമാണ്. അവനിൽ യാതൊരു ഖൈറുമില്ല. എന്നാൽ ഒരു മുഅ്മിൻ അവൻ്റെ അടിവേര് ഉറച്ചിരിക്കുന്നു. അവൻ്റെ നന്മകൾ ആളുകൾക്ക് മുകളിൽ വിടർന്നു നിൽക്കുന്നു. എന്നാൽ കുഫറിൻ്റെ മുകളിലാണോ അടിത്തറ, അവൻ്റെ നന്മകളെല്ലാം പാടിലാണ്, അടിയോട് അത് പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. ആ നന്മകൾ എന്തെങ്കിലും ആളുകൾക്ക് ഉപകാരം അവനെ കൊണ്ടുണ്ടായോ അള്ളാഹു അവനുള്ളത് ഈ ലോകത്ത് നൽകും. ഈ ലോകത്ത് ലഭിക്കുന്ന സൽകീർത്തിയും നല്ല പേരും പോകട്ടെ, അള്ളാഹു നൽകിയ ഈ ശ്വാസനിശ്വാസങ്ങൾ അതിനവൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്ത അമൽ പോലും പകരമാവുകയില്ല. പരലോകത്താകട്ടെ അവന് യാതൊന്നും ലഭിക്കുകയില്ല. കാരണം അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശിർക്കിൻ്റെ മുകളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അവൻ പങ്കു ചേർത്തിരിക്കുന്നു. ഏറ്റവും വലിയ ബാധ്യത റബ്ബിനോടാണ്, അതവൻ നിറവേറ്റിയിട്ടില്ല. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മകൾ ഈമാനിൻ്റെ അടിത്തറയിലുള്ളതാണ്. ഇങ്ങനെ നല്ല പ്രശംസ പറയപ്പെട്ട മരമാണ് ഈത്തപ്പന. അതുകൊണ്ട് അത് വച്ചു പിടിപ്പിക്കുക. നമുക്കൊരു മരം വച്ചു പിടിപ്പിക്കുക, അതിൻ്റെ ഫലങ്ങൾ ആളുകൾ കഴിക്കുന്നേനെ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. പണ്ഡിതന്മാർ ഇതിനോട് ഏത് ഉപകാരമുള്ള മരവും ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞത് കാണാം. ഈത്തപ്പന മാത്രമല്ല, മറിച്ച് ഉപകാരപ്രദമായ ഏത് മരം ഒരാൾ ഈ നല്ല നീയത്തിൽ നട്ടുപിടിപ്പിച്ചാലും അയാൾക്ക് അതിൽ നിന്ന് ആളുകൾ കഴിക്കുന്നേനെ പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാം നമുക്ക് നൽകുന്ന അനുഗ്രഹം എത്ര വലുതാണ്. സുബ്ഹാനല്ലാഹ്, ഈ ദീൻ, ഈ ഷഹാദത്തുകൾ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇതിലേത് നന്മയാണ് നമുക്ക് ലഭിക്കുക? ഈ ഷഹാദത്ത് സുബ്ഹാനല്ലാഹ് നീ ഒന്ന് പറയുന്നതോടെ, അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കുന്നതോടെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ വിശ്വസിച്ചുറപ്പിച്ച് അംഗീകരിക്കുന്നതോടെ നിനക്ക് എന്തിനാണ് പിന്നെ നന്മയില്ലാത്തത്? ഏത് പ്രവർത്തനത്തിലാണ് നിനക്ക് നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കാത്തത്? നിന്റെ സഹോദരൻ്റെ മുഖത്ത് നീ ഒരു പ്രസന്നമായ മുഖത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കുന്നത് പോലും പ്രതിഫലമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനേക്കാൾ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുന്നതിൽ പോലും ഒരാൾക്ക് പ്രതിഫലമുണ്ട് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാബത്താണ് അതാണ് ചോദിച്ചത്, അയഅതി അഹദുകും ശഹവത, അയഅതി അഹദുനാ ശഹവത, ഒരാൾ തൻ്റെ മോഹം അവസാനിപ്പിക്കുന്നതിൽ, അത് പൂർത്തീകരിക്കുന്നതിൽ പ്രതിഫലമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ, അവനൊരു ഹറാമിൽ കൊണ്ടുപോയി പൂർത്തീകരിച്ചാൽ അവന് ശിക്ഷ ലഭിക്കുകയില്ലേ? അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുഅ്മിനിൻ്റെ അവൻ്റെ സൗഭാഗ്യം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ്റെ ഏത് കാര്യത്തിനാണ് അവന് നല്ല നീയത്തുണ്ട് എങ്കിൽ പ്രതിഫലമില്ലാത്തത്? ഒരേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചാൽ മതി, ഒരൊറ്റ കാര്യം, നിന്റെ നീയത്ത് നന്നാക്കുക. പ്രതിഫലം അള്ളാഹുവെങ്കിൽ പ്രതീക്ഷിക്കുക, പാഴായി പോവുകയില്ല, ഒന്നും പാഴായി പോവുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് നീ വിചാരിച്ചു പോകരുത്. നീ നല്ല നീയത്തിൽ ഒരു കാര്യം ചെയ്തിട്ട് അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരാതെ നിന്റെ പ്രതിഫലം കുറച്ച് കളയുമെന്ന് ഇല്ല. വമൻ യുഅ്മിൻ ബിറബ്ബിഹി ഫലാ യഖാഫു ബഖ്സൻ. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു ബഖ്സ് പേടിക്കേണ്ടതില്ല. അത് അള്ളാഹു ചെയ്ത ഒരു നന്മ കുറച്ച് കളയും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത തിന്മ നിന്റെ പേരെ ചാർത്തി കളയും എന്നീ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് വഴി. പ്രതിഫലം നിന്റെ നന്മകൾ നശിച്ചു പോകാൻ നീ തന്നെ എന്തെങ്കിലും ചെയ്താലല്ലാതെ നിന്റെ നന്മ പൊളിയിക്കില്ല. പൊളിച്ചു കളയുന്ന പ്രവർത്തനം നീ ചെയ്താലല്ലാതെ അള്ളാഹു ഒരിക്കലും നിന്റെ ഒരു അമൽ തകർക്കുകയില്ല. അങ്ങനെ ഒരാൾ റബ്ബിനെ കുറിച്ച് വിചാരിച്ചാൽ റബ്ബിനെ കുറിച്ച് മോശം വിചാരമാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നീ ഒരു അമൽ ചെയ്താൽ, സഹോദര ഈ വാക്ക് നീ ശ്രദ്ധിക്കുക, നീ എത്ര പാപിയാണെങ്കിലും
എത്ര വലിയ ദോഷിയാണെങ്കിലും അള്ളാഹുവിനു വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഒരു അമൽ നീ ചെയ്താൽ അത് നിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അത് പാഴാക്കി കളയില്ല. നീ പാപിയാണ്, നീ പോയിക്കോ, നിന്റെ അമലൊന്നും ഇവിടെ സ്വീകരിക്കില്ല എന്ന് പറയുമോ? ഇല്ല, അതവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് നശിപ്പിക്കുന്ന പ്രവർത്തനം നീ ചെയ്തെങ്കിലല്ലാതെ അത് പൊളിയുകയില്ല. അള്ളാഹു തകർക്കുമെന്ന് നീ വിചാരിക്കരുത്. അള്ളാഹു തകർത്ത് കളയുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ആരെക്കുറിച്ചാണ് നീ മോശം വിചാരിക്കുന്നത്? 100 മനുഷ്യനെ കൊന്നിട്ട് തൗബയുടെ മനസ്സുമായി ഒരു നാട്ടിലേക്ക് പോയി അങ്ങനെ വഴിക്ക് വെച്ചു മരിച്ചവനെ അവൻ്റെ റൂഹ് പിടിക്കാൻ റഹ്മത്തിൻ്റെ മലായിക്കത്തും ശിക്ഷയുടെ മലായിക്കത്തും വന്നപ്പോൾ ഭൂമിയോട് നല്ല നാട്ടിലേക്കുള്ള ദൂരം കുറയാൻ കൽപ്പിച്ച, അങ്ങനെ അളന്നപ്പോൾ ആ നാട്ടിലേക്കാണ് ദൂരം കുറവ്. അങ്ങനെ അവന് പുറത്തു കൊടുത്ത റബ്ബിനെ കുറിച്ചോ അവനെക്കുറിച്ചാണോ നീ മോശം വിചാരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് നീ മോശമായിട്ട് ചിന്തിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നീ നിരാശപ്പെടരുത്. അള്ളാഹു സമയം നീട്ടിത്തരുന്നതിൽ അവൻ്റെ പാപമോചനത്തിൽ നീ വഞ്ചിതനുമാകരുത്. അവൻ്റെ റഹ്മത്തിൽ നിനക്ക് പ്രതീക്ഷ വേണം, അവൻ്റെ ശിക്ഷയെക്കുറിച്ച് നിനക്ക് പേടിയും വേണം. ചില സലഫുകൾ, മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം, അള്ളാഹു മാപ്പ് തരും എന്നതിൽ നീ വഞ്ചിതനായി പോകരുത്. ഒരു ദീനാറിൻ്റെ 4/1 കട്ടവൻ്റെ കൈ മുറിക്കാൻ കൽപ്പിച്ചവനാണ് റബ്ബ്, അതും നീ മറന്നു പോകരുത്. റുബുഅ് ദീനാർ എങ്കിലും കട്ടാൽ കൈ മുറിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ശിക്ഷ. ഇസ്ലാമിക ഭരണകൂടം അവൻ്റെ കൈപ്പറ്റി മുറിക്കും. മിനിമം എത്ര കട്ടാൽ? ഒരു ദീനാർ എന്നാൽ പഴയ കാലത്തിലെ സ്വർണത്തിൻ്റെ അളവാണ്, അതിൻ്റെ ഒരു 4/1. ആ മൂല്യമെങ്കിലും ഉള്ളത് കട്ടാൽ കൈ മുറിക്കാൻ കൽപ്പിച്ച റബ്ബാണ്, നീ മറക്കരുത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ, അവൻ്റെ മാപ്പിൽ നീ വഞ്ചിതനാകരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നീ നിരാശനാകാനും പാടില്ല. മറിച്ച് നിൻ്റെ ഹൃദയം റബ്ബിലുള്ള പ്രതീക്ഷക്കും അവനെക്കുറിച്ചുള്ള ഭയത്തിനും മധ്യേ സഞ്ചരിച്ചിരിക്കണം. രണ്ടും ഒരുപോലെ, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ നിനക്കുണ്ടായിരിക്കണം. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് പ്രതിഫലമേകും ഒരു നന്മ നീ ബാക്കി വെച്ചാൽ അതിലൊന്നാണ് നല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു മരം നല്ല നീയത്തിൽ വെച്ച് പിടിപ്പിക്കുക എന്നത്. 5ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് ഔ ബനാ മസ്ജിദൻ, ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ എന്നാണ്, ഒരു പള്ളി ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്താൽ കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഗർ, ഒരു കുരുവിയുടെ കൂടിൻ്റെ അത്രയെങ്കിലുമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്. കുരുവിയുടെ കൂട്ടിൽ ആ വലുപ്പത്തിലുള്ള മസ്ജിദ് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല, പക്ഷെ അത് ചെറിയൊരു പള്ളിയാണെങ്കിലും എന്ന അർത്ഥമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബന അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവിന് സ്വർഗത്തിലൊരു വീട് പണിയുന്നതാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉയർത്തപ്പെടാൻ അവൻ അനുവാദം നൽകിയ ഇടങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇത് മസ്ജിദ് ആദ്യമായി ഉണ്ടാക്കുന്നവന് മാത്രമുള്ളതല്ല. ഉള്ള ഒരു മസ്ജിദ് വികസിപ്പിക്കാൻ ഒരാൾ പണം ചെലവാക്കി, അയാൾക്കും ഈ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദ് ഉണ്ടാക്കുന്നവന് സ്വർഗമുണ്ട് എന്ന ഹദീസ് എപ്പോഴാണ് പറഞ്ഞതെന്നറിയുമ്പോൾ നിങ്ങൾക്ക്? മസ്ജിദുൻ നബവി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലുതാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ആധുനിക സൗകര്യങ്ങളും മറ്റുമൊക്കെ മസ്ജിദിൽ കൊണ്ടുവന്നു എന്നാണ്. കുറച്ചുകൂടി മുന്തിയ സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം ചിലർ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദ് ഉണ്ടാക്കിയവന് സ്വർഗത്തിലൊരു വീട് അള്ളാഹു പണിയും. മസ്ജിദ് നബവി നിർമ്മിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? വികസിപ്പിക്കുകയാണ് ചെയ്തത്. ഉമർ വികസിപ്പിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനേക്കാൾ കൂടുതൽ വികസിപ്പിച്ചു. അപ്പം നോക്കൂ, മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ നന്മക്കും ആ പ്രതിഫലമുണ്ട്. അതുപോലെ ആളുകളുടെ കൂടെ അതിൽ പങ്കുചേരുക, അതിന് പ്രതിഫലം ലഭിക്കും. ഒരാൾ ഒറ്റയ്ക്ക് ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ സാധിക്കുന്ന എത്രയോ ആളുകൾ, 1 100 മസ്ജിദ് എടുക്കാൻ സാധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു മസ്ജിദ് ഒരാൾക്കുണ്ടാക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്, അതിൽ പങ്കുചേരാൻ സാധിച്ചാൽ വളരെ നല്ലത്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ മസ്ജിദുകൾ, സാധിക്കുന്നത്ര മസ്ജിദുകൾ നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്ന് അതിന് അനുവാദമുണ്ട്, നാളെ എന്താവും നമുക്കറിയില്ല. അതുകൊണ്ട് മസ്ജിദുകൾ അതില്ലാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് അതില്ലാത്ത ഇടങ്ങളിൽ നിർമ്മിക്കാൻ സഹോദരങ്ങൾ പ്രത്യേകം
ശ്രദ്ധിക്കേണ്ടതുണ്ട്. മസ്ജിദുകൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ ഇടങ്ങളാണ്. കൂടാതെ അത് അറിവിൻ്റെ കേന്ദ്രങ്ങളാണ്. പ്രകാശം ആളുകൾക്ക് കൈമാറുന്ന, ചുറ്റുകളുള്ള ആളുകൾക്ക് പ്രകാശം പരത്തുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് മസ്ജിദുകൾ. അങ്ങനെ ആയിരിക്കണം മസ്ജിദുകൾ. സുബ്ഹാനല്ലാഹ്, ഖേദകരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തൗഹീദിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളുടെ ഇന്നത്തെ സ്ഥിതി വൈജ്ഞാനികമായി വളരെ പരിതാപകരമായ അവസ്ഥയാണ്. വൈജ്ഞാനികമായി ആളുകൾ പലരും സങ്കുചിതങ്ങളുടെ പേരിൽ മസ്ജിദുകളുടെ വൈജ്ഞാനിക നിലവാരം ഏറ്റവും തകർത്തിരിക്കുന്നു. അവനവൻ്റെ പാർട്ടി മെമ്പറായാൽ മതി, ഏത് വിവരമില്ലാത്ത മനുഷ്യനും കയറി അവിടെ പ്രസംഗിക്കാം, അവിടെ സംസാരിക്കാം, എന്ത് വിവരക്കേടും മസ്ജിദുകളിൽ നിന്ന് വിളിച്ചു പറയാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സഹോദരങ്ങൾക്ക് നിർബുദ്ധി നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് മസ്ജിദുകൾ വൈജ്ഞാനികമായി വളരെ പരിതാപകരമായ അവസ്ഥയിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു ഖുതുബക്കോ മറ്റു ആളുകൾ ചെന്നാൽ വളരെ പ്രയാസത്തിൽ ആളുകൾ പറയുന്നത് കാണാം. ഖാല അല്ലാഹു വഖാല റസൂലു എന്ന വാക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്തുകളും സ്വലം ഹദീസുകൾ വളരെ കുറച്ച് മാത്രമേ കേൾക്കാനുള്ളൂ. എന്തൊക്കെയോ ആളുകൾ മിമ്പറുകളിൽ ഖുതുബക്ക് സംസാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് മസ്ജിദുകൾ അത് വൈജ്ഞാനിക നിലവാരം പുലർത്തുന്ന ആളുകളായിരിക്കണം അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മസ്ജിദുകൾ ഒരിക്കലും സംഘടനാ സങ്കുചിതത്വങ്ങൾ മസ്ജിദുകളെ മോശമാക്കാൻ പാടില്ല. സഹോദരങ്ങളെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആരാണ് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളുടെ ഫഹമിൻ്റെയും അനുസരിച്ച് ദീൻ പ്രചരിപ്പിക്കുന്നത്? അവർക്ക് വേണ്ടി മസ്ജിദുകൾ ചട്ടക്കൂടുകളില്ലാതെ, ഇത്ര മോശമായ സങ്കുചിതത്വങ്ങളില്ലാതെ തുറന്നു കൊടുക്കാൻ സഹോദരങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ നോക്കൂ, മസ്ജിദുകൾ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ആറാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് എന്താണ്? ഔ വറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ് അത് അനന്തരമായി വിട്ടേച്ചു പോവുക. നീ ഉപയോഗിച്ചൊരു മുസ്ഹഫ് നിന്റെ സന്താനം ഉപയോഗിക്കുന്നു, നീ വാങ്ങിയതാണ്, അല്ലെങ്കിൽ നീ പൈസ കൊടുത്ത് പ്രിന്റ് ചെയ്തതാണ്, വലിയ പ്രതിഫലമാണ് അതുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തിനാൽ ഒരുപാട് മുസ്ഹഫുകൾ ഇവിടെ മദീനയിലെ മുജമ്മഅ അൽ മലിക് ഫഹദ് പോലെ ഉള്ള കേന്ദ്രങ്ങൾ മുസ്ഹഫുകൾ അച്ചടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്ത് അതെത്തിയിരിക്കുന്നു. ചില ആളുകൾ ഈ നന്മക്ക് നേതൃത്വം കൊടുത്ത നാടിനെ, സൗദി അറേബ്യയെ ചീത്ത വിളിക്കാൻ അവൻ ആയത്ത് ഓതുന്നത് ഈ മുസ്ഹഫ്, അവർ അടിച്ച് മുസ്ഹഫ് കൈ പിടിച്ചിട്ടാണ്. അവിടെ വലിയ നന്മയാണത്, ഈ മുസ്ഹഫ് ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നത്. നിങ്ങൾക്കറിയുമോ, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പലയിടങ്ങളിലും 4 വീടുകളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ മാത്രം മുസ്ഹഫുള്ള കാലമുണ്ടായിരുന്നു. ഓതണമെങ്കിൽ എന്ത് വേണം? അപ്പുറത്ത് കടം വാങ്ങണം, എന്നിട്ട് ഓതണം. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ഏത് വീട്ടിലാണ് മുസ്ഹഫുകൾ ഇല്ലാത്തത്? ഓരോരുത്തർക്കും ഓരോ മുസ്ഹഫ് എന്ന രൂപത്തിൽ മുസ്ഹഫുകളുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണിത്. അള്ളാഹുവിൻ്റെ കലാം നമുക്ക് സൗകര്യത്തിൽ ഓതാൻ കയ്യിലുണ്ട് എന്ന് തീർന്നില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തിലെ ഇന്ന് അതിനുമപ്പുറം ആളുകളുടെ കൈകളിൽ, അവരുടെ മൊബൈലുകളിൽ മുസ്ഹഫുകളുണ്ട്. ഖുർആൻ അതിലൂടെ ഓതാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മുസ്ഹഫ് അത് വിട്ടേച്ചു പോകുക, അത് വാങ്ങി എവിടെയെങ്കിലും നീ വെക്കുക, നിൻ്റെ മക്കൾക്ക് കൊടുക്കുക. അതുപോലെ ആളുകൾക്കിത് നീ പൈസ കൊടുത്ത് വാങ്ങി വെക്കുകയോ ചെയ്താൽ ഈ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് തൗരീസ് ചെയ്താൽ, അഥവാ അത് ബാക്കി വെച്ചു പോയാൽ അതിൽ നിന്ന് ആളുകൾ ഓതുന്ന കാലത്തോളം, അത് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം, അതൊരാൾ ഉറ്റാലോചിക്കുകയാണ് ആ ഖുർആനിൽ, എന്നിട്ട് അവൻ ഈമാൻ വർദ്ധിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം മുസ്ഹഫ് കൈമാറി അത് ബാക്കി വെച്ചു പോയ ആൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് മുസ്ഹഫ് വാങ്ങാൻ, പൈസ കൊടുത്ത് വാങ്ങാൻ, നല്ല വൃത്തിയുള്ള പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പേജുകളുള്ള അങ്ങനെയുള്ള മുസ്ഹഫുകൾ വാങ്ങാൻ ലഭിക്കും. അത് വാങ്ങി വെക്കുക, മസ്ജിദുകളിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുക. നിന്റെ ചെലവിൽ അത് ബാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. മരണശേഷം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഏഴാമത്തെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മക്കളെ സലാഹിൽ, നന്മയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. ആ ഹദീസിലെ വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന ശ്രേഷ്ഠമായ അമൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന
ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, പ്രാർത്ഥിക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തൻ്റെ സന്താനം സാലിഹായ സന്താനം, തനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന സാലിഹായ സന്താനമെന്നോ, തനിക്ക് വേണ്ടി ഉംറ ചെയ്യുന്ന സന്താനമെന്നോ, തനിക്ക് വേണ്ടി സദഖ ചെയ്യുന്ന സന്താനമെന്നോ അല്ല പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനം. മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന അമലുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത അമലുണ്ട്. എല്ലാം മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ നിസ്കരിക്കാൻ, എൻ്റെ ഉപ്പാക്ക് പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന നിയച്ച് ഒരാൾ നിസ്കരിക്കും, പറ്റുമോ? ഇല്ലേ? പറ്റുകയില്ല, പറ്റില്ല. എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് പറ്റും, അല്ലാതെ പറ്റുകയില്ല. അതാണ് ഉത്തരം. അതാണ് അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. ഖുർആൻ ഓതി മരിച്ചവർക്ക് ഹദിയ ചെയ്യാമോ? അതിൻ്റെ പ്രതിഫലം പാടില്ല എന്നതാണ്. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്ന സൂറത്തു അൻ-നജ്മിലെ ആയത്തിൻ്റെ തഫ്സീറിൽ ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഈയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും തെളിവ് പിടിച്ചത്. ഖുർആൻ ഓതി അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് ദാനം ചെയ്താൽ അത് അവർക്ക് ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതിലേക്ക് ആളുകൾക്ക് സൂചന പോലും നൽകിയിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇമാം ഇബ്നു കസീർ സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാക്ക് പറഞ്ഞത്. ഏത് കാര്യത്തിനും ബാധകമാണ് ആ വാക്ക്. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അതൊരു ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവരത് ചെയ്യുമായിരുന്നു. ഏത് ബിദ്അത്തിനും നീ ഈ വാചകം മനസ്സിൽ ഓർക്കുക. ഇതൊരു ഖൈറായിരുന്നെങ്കിൽ ഇത് ആദ്യം ആര് ചെയ്യും? നമ്മെക്കാൾ മുൻപേ സഹാബത്ത് റളിയല്ലാഹു അൻഹു അവർ ചെയ്തേനെ. നിങ്ങൾക്കറിയുമോ, ഇത് മുശ്രിക്കുകളുടെ വാക്കിന് നേരെ എതിരായ വാക്കാണ് ഈ വാക്ക്. മുശ്രിക്കുകളുടെ വാക്കിന് നേരെ എതിര്. എങ്ങനെ? നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അഹ്ഖാഫിൽ അള്ളാഹു പറഞ്ഞു, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച്, പാവങ്ങളായ സഹാബത്ത്, അവരാണല്ലോ നബിയിൽ ആദ്യം വിശ്വസിച്ചത്. അവരെ കുറിച്ച് പറഞ്ഞു, ലൗ കാന ഖൈറൻ, ഈ ഇസ്ലാം ഒരു ഖൈറായിരുന്നുവെങ്കിൽ മാ സബഖൂന ഇലൈഹി, നമ്മെക്കാൾ മുൻപേ ഇവരിത് ചെയ്യുമായിരുന്നില്ല, ഇവരിതിൽ പോയി കൂടുമ്പോൾ നമ്മളാണ് ഇത് ആദ്യം ചെയ്യുക. കാരണം ഇവരാരാണ്? ബിലാലും അമ്മാറും സുഹൈബും അടങ്ങുന്ന ദരിദ്രരായ സഹാബിമാരെ ആ മുശ്രിക്കുകളിലെ ഏമാന്മാർക്ക് പുച്ഛമായിരുന്നു. എന്നാൽ അള്ളാഹുവിങ്കിൽ അവരാണ് ഏറ്റവും ഉന്നതർ. അവരുടെ വാക്കെന്താ? ഇതൊരു ഖൈറായിരുന്നുവെങ്കിൽ അവർ ഞങ്ങൾക്കാൾ മുൻപേ ഇത് ചെയ്യുമായിരുന്നില്ല. എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളുടെ വാക്കെന്താണ്? ഇബ്നു കസീർ പറഞ്ഞ വാക്കാണ്, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അതൊരു ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവരത് ചെയ്തേനെ. കാരണം അവരെല്ലാം ഖൈറിലും മുന്നേറിയവരായിരുന്നു. പറഞ്ഞു വന്നത്, മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ എന്തു പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പറ്റും, അല്ലാതെ പറ്റുകയില്ല. ഉദാഹരണത്തിന് മരണപ്പെട്ട ആൾക്ക് വേണ്ടി സദഖ, ദാനധർമ്മം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉമ്മ മരണപ്പെട്ടപ്പോൾ നബിയുടെ അടുത്ത് വന്നിട്ട് അത് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം. ഷിബ്രിമ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിനക്ക് വേണ്ടി ആദ്യം ഹജ്ജ് ചെയ്തോ? ഇല്ല. എങ്കിൽ നീ ആദ്യം നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യും, എന്നിട്ട് ഷിബ്രിമക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൂ. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. അതുപോലെ ഇനി ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന രൂപത്തിൽ നിത്യരോഗികളോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ബാക്കിയുള്ള നോമ്പെടുക്കാം. അത് നേർച്ച നോമ്പ് മാത്രമാണ് എന്ന് ചിലർ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഫർദ് ബാക്കി വെച്ചു പോയവർക്ക് അത് വീട്ടാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു, എന്നിട്ടും വീട്ടാതെ മരിച്ചുപോയവർക്ക് വേണ്ടി ബന്ധുക്കൾക്ക് നോമ്പെടുത്തു വിട്ടാം. മറ്റു ചിലർ ആ ഹദീസുകൾ നേർച്ചയാക്കിയ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിന് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞവരാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ. ചുരുക്കി പറഞ്ഞാൽ നോമ്പിനെ കുറിച്ച് വന്നിട്ടുണ്ട്, സദഖയെക്കുറിച്ച് വന്നിട്ടുണ്ട്, ഹജ്ജ്, ഉംറ. അതുപോലെ കടമുണ്ടെങ്കിൽ അത് വീട്ടത് ആര് വീട്ടിയാലും വീടും. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കടം വീട്ടിയാൽ ഇയാൾ പിന്നെയും പോയി വീട്ടണമെന്നില്ല. ജീവിച്ചിരിക്കുന്ന ആളായാലും മരിച്ച ആളായാലും കടം വീടും. അതുപോലെ ഇയാൾ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ആ മയ്യിത്ത് നിസ്കാരം മരണപ്പെട്ട ആൾക്ക് പ്രയോജനപ്പെടും, അവരുടെ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടും. ഇങ്ങനെ വന്നതല്ലാതെ, ഇങ്ങനെ തെളിവ് വന്ന കർമ്മങ്ങളല്ലാതെ അല്ലാത്ത കർമ്മങ്ങൾ പ്രയോജനപ്പെടുകയില്ല. അതിലൊന്നാണ് ഖുർആൻ ഓതി മരിച്ചവർക്ക് വേണ്ടി ദാനം ചെയ്യുക എന്നത്. അതിന് തെളിവില്ല, അതുകൊണ്ടത് ചെയ്യേണ്ടതില്ല. ഇവിടെ പലർക്കും സംശയമുള്ള അമലാണ്. മരിച്ചവർക്ക് വേണ്ടി
ഒരാളെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം, മരിച്ചവർക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. സഹോദര, നിനക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല അമൽ എന്താ? ദുആ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. അതുപോലെ ഹദീസിലെ പാഠമാണ് സാലിഹായ സന്താനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. കാരണം കുട്ടി സാലിഹല്ല എങ്കിൽ, മകന് സലാഹില്ല, നന്മയില്ല എങ്കിൽ നീ പിന്നെ അവൻ്റെ പക്കൽ നിന്നൊരു ഖൈറും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സലാഹ്, കുട്ടികൾ നന്മയിലാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ 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 നിഅമത്താണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്കും സലാഹ് നൽകുമാറാകട്ടെ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, മുഅ്മിനിൻ്റെ ദുആയെ അള്ളാഹു പഠിപ്പിച്ച ദുആണെന്ത്? വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, അള്ളാഹു എൻ്റെ മക്കളെ നന്നാക്കി തരണേ. ഇബ്രാഹിം നബി ദുആ ചെയ്തെന്താണ്? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി, അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. മുഅ്മിനീങ്ങളുടെ ദുആ ആണെന്ത്? ഇബാദുർ റഹ്മാന്റെ ദുആ ആണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ നൽകണമേ. നീ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മുത്തഖീങ്ങളെ ഞങ്ങളുടെ ഇമാമാക്കണമേ എന്ന് അതിനർത്ഥമുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇമാം മുജാഹിദിൻ്റെ ഫഹ്മാണ് അതിലുള്ളത്. കാരണം മുത്തഖീങ്ങൾക്ക്, ഇമാം മുജാഹിദിൻ്റെ നല്ല ഗ്രാഹ്യശേഷി അതിലുണ്ട്. മുത്തഖീങ്ങൾക്ക് ഒരാൾ ഇമാമാകണമെങ്കിൽ അയാൾ തനിക്ക് മുൻപുള്ള മുത്തഖീങ്ങളെ മാതൃകയാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾ ബാക്കിയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ നേതാവുകയുള്ളൂ. തനിക്ക് മുമ്പുള്ളവരെ അയാൾ തള്ളിക്കളഞ്ഞാൽ തനിക്ക് ശേഷമുള്ളവർക്ക് അയാൾ മാതൃകയാവുകയില്ല. അതുകൊണ്ട് നോക്കൂ, സാലിഹായ സന്താനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔലാദകും മിൻ കസ്ബികും, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങളാണ്, നിങ്ങൾ ജോലി എടുത്തതാണ് നിങ്ങളുടെ സന്താനങ്ങൾ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മക്കളെ പ്രതീക്ഷിക്കുക. വിവാഹം തന്നെ അവന് വലിയ പ്രതിഫലമേകും. കാരണം വിവാഹത്തിലൊരു മുഅ്മിൻ എന്തു പ്രതീക്ഷിക്കുക? സാലിഹായ സന്താനങ്ങൾ ലഭിക്കാൻ പ്രതീക്ഷിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ ഒരാൾ ആഗ്രഹിക്കുക. അത് എന്താണ്? അത് സൽക്കർമ്മമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മക്കളുണ്ടാവുക, റബ്ബിന് സുജൂദ് ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന, ശിർക്ക് ചെയ്യാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നത് നീ നിന്റെ വിവാഹത്തിൽ പ്രതീക്ഷിച്ചാൽ, നീ നിന്റെ ഭാര്യയുമായി ഇണചേരുമ്പോൾ പ്രതീക്ഷിച്ചാൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം അവൻ്റെ സന്താനം നാളെ മോശക്കാരനായി പോയാലും നസ്അലുല്ലാഹു അൽ ആഫിയ, ഈ നിയ്യത്ത് അവന് നേരത്തെ ഉണ്ടെങ്കിൽ അവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അള്ളാഹുവിങ്കിൽ നിയ്യത്താണ് ഏറ്റവും പ്രധാനം. മക്കളെ വളർത്തുമ്പോൾ, അവരെ നന്മ പഠിപ്പിക്കുമ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാൽ, മക്കൾ നാളെ വല്ല കാരണവശാലും മോശമായി പോയാലും അയാളുടെ പ്രതിഫലം ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ നീ നന്നാകാൻ പ്രതീക്ഷിക്കേണ്ടത്, അവർ നന്നാകാൻ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. അപ്പോൾ നിനക്ക് വലിയ ബേജാറുണ്ടാവും ചെയ്യൂല. ഇഖ്ലാസ് നിനക്ക് റാഹത്ത് നൽകും, ഇഖ്ലാസ് എന്നെ റാഹത്തിലാക്കും. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയാണ് നീ മക്കളെ നന്മ പഠിപ്പിച്ചത്, റബ്ബിന് വേണ്ടിയാണ് നീ നിന്നെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ അവരെ പഠിപ്പിച്ചു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു അവൻ്റെ റഹ്മത്തിനാൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആക്കും മക്കൾക്കെതിരെ നടത്തുന്ന ദുആക്കും ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. രണ്ട്, നീ എത്ര ദേഷ്യം പിടിച്ചാലും എന്ത് ചെയ്യരുത്? മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചു പോകരുത്. ഉത്തരം ലഭിച്ചേക്കും. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹിമഹുല്ലാഹ് എന്ന മഹാനായ തബഉ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം ആരോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ പറയുമത്രേ, ബാറക്കല്ലാഹു ഫീക്ക്. ദേഷ്യം പിടിച്ചാൽ പറയുന്നതാണ്. ചില പണ്ഡിതന്മാർ പറയും, ദേഷ്യം പിടിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ആൾ നല്ല സമയത്ത് എന്തായിരിക്കും? മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു അടിമ, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമൃഗം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു കുതിരയോ ഒരു ഒട്ടകമോ, വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിമ ഒരു ദിവസം ഇതിനെ കൊണ്ട് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ണ് പൊട്ടിയിരിക്കണം. എന്തായിരിക്കും? വളരെ ഇഷ്ടപ്പെട്ടൊരു വാഹനമൃഗമാണ്, അതിനാണ് കൊണ്ടുപോയത്. തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ കണ്ണ് പൊട്ടിച്ചിട്ടാണ് ആൾ കൊണ്ടുവന്നത്. എന്താ? ആളടിമയുമാണ്, തൻ്റെ കീഴിലുള്ള ആളാണ്. അദ്ദേഹം അവനെ മോചിപ്പിച്ചോളും, അവൻ അങ്ങ് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി വിട്ടോളും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം സബറിന്
അറിയപ്പെട്ട അത്ഭുതകരമായ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നന്മകൾക്ക് ഉദാഹരണമായി പറയപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ ഔൻ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കുകളിൽ ഒന്നാണ്. ഈ വാക്കുകൾ പഠിച്ചു വെക്കുക. ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപകാരപ്പെടുന്നൊരു വാക്കാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ ശരിക്കിത് ഗ്രഹിച്ചാൽ മാത്രം. അദ്ദേഹം പറഞ്ഞു, ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ. ദിക്റുന്നാസി ദാഉൻ, ആളുകളെക്കുറിച്ചുള്ള നിൻ്റെ ചിന്ത, ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത, സംസാരം, ഇതൊക്കെ ദാഉൻ, രോഗമാണ്. ദിക്റുല്ലാഹി ദവാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് ശമനമാണ്. ഇമാം അദ്ദഹബി റഹിമഹുല്ലാ ഈ വാക്ക് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, നമ്മുടെ എത്ര വലിയ വിവരക്കേടാണ്. നമ്മൾ ശമനം ഉപേക്ഷിച്ച് രോഗമാണ് നമ്മളെടുത്ത് കൈ പിടിക്കുന്നത്. എപ്പോഴും നമ്മളെ മനസ്സ് കേടുവരുത്തുക എന്താണ്? അവൻ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, അയാളെന്താ ഇപ്പം അങ്ങനെ, മറ്റാളെന്താ ഇപ്പം ഇങ്ങനെ. ഇതാണ് നമ്മുടെ മനസ്സിന് കേടുവരുത്തുക. ഇനി ആ സമയത്ത് അള്ളാഹിനെ ഓർത്ത് നോക്കി, ദവാണ്, ശമനമാണ്. എൻ്റെ ഹൃദയം ഏറ്റവും നന്നാകും, ഏറ്റവും സന്തുഷ്ടമാകും, ഏറ്റവും സമാധാനപൂർണ്ണമാകും. ആളെ കുറിച്ച് ആലോചിച്ചാലോ, ജനങ്ങളെക്കുറിച്ച് ആലോചിച്ചു, ജനങ്ങൾ സുബ്ഹാനല്ലാഹ് അവർ പല രൂപത്തിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രീതികളൊക്കെ പല രൂപത്തിലാണ്. ഇബ്ൻ ഹസ്ം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അസ്നാഫു അൽ ഹുമുഖി അക്സറു മിൻ അസ്നാഫി തംരി. അസ്നാഫുൽ ഹുമുഖ്, ഹുമുഖ് എന്താ? ഹമാഖത്ത് കേട്ടിട്ടില്ലേ? വിഡ്ഢിത്തം. അതിൻ്റെ ഇനം തെമ്രിൻ്റെ ഇനത്തേക്കാൾ കൂടുതലുണ്ടെന്നാണ്. തെമ്ര എത്ര ഐറ്റുണ്ടല്ലേ, പല രൂപത്തിൽ അല്ലേ, അജുവ, സഫാവി, ഇങ്ങനെ സുക്കരി, പലതുണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ എണ്ണ ഉണ്ട് ആളുകളുടെ വിഡ്ഢിത്തം. ഇതാണ് ജനങ്ങളുടെ കാര്യം. കാരണം പല രൂപത്തിൽ വിഡ്ഢികളുണ്ടാവും, വേറില്ലാത്തവരുണ്ടാവും, പല രൂപത്തിൽ അക്രമികളുണ്ടാവും, പല സ്വഭാവക്കാരുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നീ ചിന്തിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ ചിന്ത ചിതറി പലയിടത്തായി പോകും. ഇങ്ങനെയുള്ള പല രൂപത്തിൽ ആളുകളെ നീ കാണേണ്ടി വരും. അള്ളാഹുവിനെ സ്മരിച്ചു നോക്കൂ നീ, ലാ ഇലാഹ ഇല്ല, നിനക്ക് നന്മകൾ മാത്രമേ ഏകിയവൻ, നിന്റെ തൃപ്തി, അവൻ്റെ തൃപ്തിയിലേക്ക് വിളിച്ചവൻ, നിന്നിലേക്ക് കിതാബ് അവതരിപ്പിച്ച റസൂലുകളെ നിയോഗിച്ച, സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ച റബ്ബ് സുബ്ഹാനഹു തആല, അവനിൽ നിന്നാണ് തുടക്കം, അവനിലേക്കാണ് മടക്കം. ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ എന്ന വാക്ക് പറഞ്ഞ മഹാനായ മുൻഗാമികൾപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹിമഹുല്ലാഹ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇന്ന الرجل لا ترفع درجته في الجنة فيقول أن هذا. ഒരാൾക്ക് സ്വർഗത്തിൽ പദവികൾ ഇങ്ങനെ ഉയർത്തി ലഭിക്കും. സ്വർഗം 100 ദർജകളാണ്. ഒരു ദർജയിലുള്ളവർ മറ്റുള്ള ദർജകളിലേക്ക് നോക്കുക നക്ഷത്രങ്ങൾ നോക്കുന്നത് പോലെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സ്വർഗപ്രവേശനം അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പക്ഷേ സ്വർഗത്തിലെ ദറജകൾ അള്ളാഹിൻ്റെ അതിലനുസരിച്ചായിരിക്കും, നീതി അനുസരിച്ചായിരിക്കും എന്ന്. സ്വർഗത്തിൽ പ്രവേശിക്കുക ഔദാര്യമാണ്, പക്ഷെ അതിൽ ദറജകൾ അത് എല്ലാവർക്കും ഒന്നാണോ ലഭിക്കുക? അല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. പ്രവേശിക്കുക എന്നത് സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ പ്രവേശിക്കും, ഈ ഉമ്മത്തിൽ അവസാന മുഅ്മിനും ഒടുവിൽ അവിടെ പ്രവേശിക്കും. പക്ഷേ രണ്ട് പ്രവേശനം ഒരുപോലെയല്ല, രണ്ട് ദർജയും ഒരുപോലെയല്ല. അതിലേറ്റവും അവസാനത്തെ ആൾ വരെ വിചാരിക്കുക ഞാനാണ് സ്വർഗത്തിൽ ഏറ്റവും അനുഗ്രഹം അനുഭവിക്കുന്ന ആൾ എന്നാണ്. നരകക്കാരെ പോലെ തന്നെ നരകത്തിൽ അവസാനത്തെ ആൾ എന്ത് വിചാരിക്കും? എനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നല്ലേ. സ്വർഗത്തിൽ അവസാനത്തെ ആൾ എന്ത് വിചാരിക്കും? എനിക്കാണ് ഏറ്റവും നല്ല സ്വർഗം ലഭിച്ചിരിക്കുന്നത്. കാരണം അവിടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. തന്നെക്കാൾ മുകളിലുള്ള ഒരാളെ കാണുക എന്നുള്ളതിൽ ഒരു പ്രയാസമുണ്ട്, ആ പ്രയാസം ഉണ്ടാവുകയില്ല. സ്വർഗവാസികൾ മുകളിലുള്ള ദർജകളിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെയായിരിക്കും. ഇവർ പരസ്പരം കാണുമോ? വല്ലാഹു അലം. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, മുകളിലുള്ള ദർജയിലേക്ക് താഴെയുള്ളവർക്ക് പോകാൻ പറ്റില്ല എങ്കിലും മുകളിലുള്ള ദർജയുള്ളവർക്ക് വേണമെങ്കിൽ എവിടെ വരാം? താഴെ വരാൻ സാധിച്ചേക്കും. അല്ലാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. ഗൈബിയായ കാര്യങ്ങളാണ്, നമുക്കതേക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധ്യമല്ല. പറഞ്ഞു വന്നത്, സ്വർഗത്തിലെ ദർജകൾ ഒരാൾക്ക് ഉയർത്തി ലഭിക്കും, മുകളിലേക്ക് ലഭിക്കും. അയാൾ ചോദിക്കും, അന്നാഹ്, എങ്ങനെയാണിത്? ഫയുഖാൽ, അപ്പോൾ അയാൾക്ക് മറുപടി ലഭിക്കും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ കുട്ടി, നിന്റെ സന്താനം നിനക്ക് പാപമോചനത്തിന് തേടിയതുകൊണ്ടാണ്, ഇസ്തിഗ്ഫാർ നടത്തിയതുകൊണ്ടാണ്. നിന്റെ മകനോ അല്ലെങ്കിൽ മകളോ നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയതുകൊണ്ടാണ്. ഇതിൽ വന്നത് ഒരു ഇബ്നു സബീലിന്, അഥവാ ഒരു വഴിയാത്രക്കാരന് വേണ്ടി ഒരാൾ ഒരു ഭവനം പണിതു കൊടുത്തു.
ഒരു വീട് പണിത് കൊടുത്തു. വീടെന്ന് പറഞ്ഞാൽ അയാൾക്ക് കഴിയാനുള്ള ഒരിടം പണിഞ്ഞു കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എന്തു പറയുക, യാത്രക്കാർക്ക് താമസിക്കാൻ ഇടങ്ങൾ, സത്രങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇതുപോലെ നോക്കൂ, പൊതുവായ ഉപയോഗത്തിന് വേണ്ടി ഒരാൾ എന്ത് ഇങ്ങനെ പണിഞ്ഞാലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. യാത്രക്കാരന് താമസിക്കാനുള്ള സ്ഥലമാകട്ടെ, എവിടെയെങ്കിലും ഒരു വിശ്രമിക്കാനുള്ള ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു പൊതുവായൊരു ഹോസ്പിറ്റലോ ജനങ്ങൾക്ക് സൗജന്യമായി ഉപയോഗപ്പെടുത്താവുന്ന എന്ത് നീ പണിതാലും പ്രതിഫലം ലഭിക്കുമെന്നാണ്. മരണശേഷവും എത്രത്തോളം സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങൾക്ക് ഖബറടക്കാൻ നീ സൗകര്യം ചെയ്തു കൊടുത്തു. ഖബർസ്ഥാനുകൾ എത്രയോ നമ്മുടെ നാട്ടിൽ ഖബർസ്ഥാനങ്ങൾ മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്തതാണ്. മുസ്ലിമീങ്ങളുടെ വഖഫ് പോലെ സുബ്ഹാനല്ലാഹ് ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ദാനധർമ്മമില്ല. ഇതുപോലെ ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ വഖഫ് പോലെ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കിയ ഒരു ദാനം ഒരാൾക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. മുസ്ലിമീങ്ങൾക്ക് കൊടുത്തിട്ടേ പരിചയമുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്വത്ത് അത് കട്ടെടുത്തിട്ടോ ഇത് ഞങ്ങളെ വഖഫാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടേതല്ലാത്തത് കൈവശപ്പെടുത്തിയതോ ചരിത്രമല്ല മുസ്ലിമീങ്ങളുടെ ചരിത്രം. മുസ്ലിമീങ്ങളുടെ ചരിത്രം കൊടുത്ത ചരിത്രമാണ്. മുസ്ലിമീങ്ങളുടെ ഉപകാരങ്ങൾ, അവരുടെ പ്രയോജനങ്ങൾ ലഭിച്ച ചരിത്രമാണ് മറ്റുള്ളവർക്കുള്ളത്. എന്നിട്ടാണ് ഒരു സിനിമാ നടൻ വന്നിട്ട് പറയണത്, ആ പദം, ആ വാക്ക് അത് ഒരു നികൃഷ്ടമായ പദമെന്നോ പറയണം. ഈ കണ്ട വൃത്തിയോടൊക്കെ ചെയ്തിട്ട് കണ്ട സ്ത്രീകളുടെ കൂടെ കെട്ടിപ്പിടിച്ചും മരം ചുറ്റി നടന്നിട്ടൊക്കെ പൈസ ഉണ്ടാക്കിയവന് മുസ്ലിമീങ്ങളുടെ ദാനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് നന്മ പറഞ്ഞാലാണ് നമുക്ക് പ്രയാസം ഉണ്ടാകേണ്ടത്. നിങ്ങളങ്ങനെ പറയാമോ നമ്മളെക്കുറിച്ച്? കാരണം ഈ രൂപത്തിൽ സമ്പാദിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി തലതിരിഞ്ഞു പോയിട്ടുണ്ടാവും, അവരുടെ ശുദ്ധ പ്രകൃതി തലതിരിഞ്ഞിട്ടുണ്ടാവും. വഖഫിനെ കുറിച്ച് എന്തോ രാഷ്ട്രീയത്തിലെ ഏതോ സീറ്റ് കിട്ടിയ ഒരുത്തൻ സിനിമയിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കി അതിലൂടെ ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിവരദോഷി പറയണം ആ പദം അത് വൃത്തികെട്ട പദമാണ്. എന്ത് നിനക്ക് തിരിഞ്ഞു ഈ പദത്തെക്കുറിച്ച്? എന്താണ് നീ മനസ്സിലാക്കിയത് മുസ്ലിമീങ്ങളെക്കുറിച്ച്? മുസ്ലിമീങ്ങളുടെ വഖഫ് എന്നാൽ ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകം മന്ത്രാലയം വകുപ്പൊക്കെ ഉണ്ടാക്കേണ്ടി വന്ന് ഔഖാഫ് നോക്കാൻ പ്രത്യേകം മന്ത്രാലയം, ഇന്ത്യ പോലത്തെ നാട്ടിൽ വരെ പ്രത്യേകം ബോർഡുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടി വന്നത്? അത്രയും അധികമുണ്ട് മുസ്ലിമീങ്ങൾ ചെയ്ത വഖഫ് എന്ന് പറഞ്ഞാൽ. മസ്ജിദുകൾ, ഖബർസ്ഥാനുകൾ, ആളുകൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ, സാധുക്കൾക്ക് കയറിക്കിടക്കാനുള്ള ഇടങ്ങൾ, പാവങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള കാര്യങ്ങൾ, തോട്ടങ്ങൾ, അതിൻ്റെ വരുമാനങ്ങൾ, ഇങ്ങനെയൊക്കെ യതീം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ വഖഫുകൾ. എന്നിട്ട് മുസ്ലിമീങ്ങൾ ചില ആളുകൾ പറയണം എന്താ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് ഇവരുടെ വഖഫ് എന്നുള്ളത്. അല്ല, ഞങ്ങൾക്കത് പരിചയമില്ല, ഞങ്ങളുടെ പാരമ്പര്യമല്ല, നമ്മളെ പാരമ്പര്യം കൊടുക്കലാണ്, നമുക്കതേ പരിചയമുള്ളൂ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ നോക്കൂ എത്രത്തോളം എന്നാൽ ഖബർസ്ഥാനുകൾ അത് വഖഫാണ്, അത് പിന്നെയും പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫറ ലിമയ്യിത്തിൻ ഖബ്റൻ ഫഅജന്നഹു ഫീഹി ഉജ്രിയ ലഹു മിനൽ അജ്രി കഅജ്രി മസ്കനിൻ അസ്കനഹു ഇലാ യൗമിൽ ഖിയാമ. ഒരാളൊരു ഖബർ കുഴിക്കാൻ സ്ഥലമുണ്ടാക്കി കൊടുത്തു, ഒരു മയ്യിത്തിനെ ഖബറടക്കി, അയാൾക്കുള്ള പ്രതിഫലം ഒരാൾക്ക് താമസിക്കാൻ വീട് നൽകിയതുപോലെയാണ്. അന്ത്യനാൾ വരെ പ്രതിഫലം ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനം മുസ്ലിമുകളുടെ വഖഫാണത്. വെറുതെ ആ സ്ഥലവും ഖബർസ്ഥാനം ഉണ്ടായതല്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥലം വാങ്ങി എന്നിട്ടത് ഖബർസ്ഥാനായി വഖഫ് ചെയ്താൽ വലിയ പ്രതിഫലമാണ്. അന്ത്യനാൾ വരെ അതിൻ്റെ പ്രതിഫലം നീളും. 9ാമത്തെ കാര്യം അൽ മൗതു, എങ്ങനെയാണ് ഒരാൾ മുറാബത്തായി കൊണ്ട് മരിക്കുക എന്നതാണ്. അഥവാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കവേ ഒരാൾ മരിക്കണം. ഒരു ഇസ്ലാമിക സൈന്യത്തിൽ കാവലാളായി നിൽക്കവേ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പ്രതിഫലം മുറിഞ്ഞു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റിബാത്തു യൗമിൻ വലൈലത്തിൻ, ഒരു രാത്രിയും പകലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക എന്നത് ഖൈറുൻ മിൻ സിയാമി ശഹ്രിൻ വഖിയാമ, ഒരു മാസം നോമ്പ് നോൽക്കുന്നതിനേക്കാളും രാത്രി നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ്. വഇൻ മാത ജറ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹു, അവൻ അങ്ങനെ മരിച്ചാൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഫലം
ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്നതായി അവന് നൽകപ്പെടും, ചെയ്യുന്നതായി രേഖപ്പെടുത്തപ്പെടും. ഉജ്രി അലൈഹി റിസ്ഖു, അവൻ്റെ റിസ്ക് നൽകപ്പെടും. അഥവാ അവന് സ്വർഗത്തിൽ ശുഹദാക്കൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള റിസ്ക് മരിച്ചതു മുതൽ അവൻ്റെ ആത്മാവിന് ലഭിച്ചുകൊണ്ടിരിക്കും. വഅമിൻ അൽ ഫറ്റാൻ, അവൻ്റെ ആത്മാവിനും അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിനും ലഭിച്ചുകൊണ്ടിരിക്കും. വഅമിൻ അൽ ഫറ്റാൻ, ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ മയ്യിതി യുഖ്തമു അലാ അമലിഹി, ഓരോ മയ്യിത്തിനും അവൻ്റെ പ്രതിഫലം മരിക്കുന്നതോടെ അവസാനിക്കും. ഇല്ലൽ മുറാബിത്ത്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നവരൊഴികെ. ഫഇന്നഹു യൻമൂ ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. വയുഅമ്മനു മിൻ ഫറ്റാനിൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കും. ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ നാട്ടിന് കാവൽ നിൽക്കുകയാണ് മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി. അവന് നിയ്യത്ത് നന്നായാൽ ഇതാണ് പ്രതിഫലം. അങ്ങനെ മരിച്ചുപോയാൽ അന്ത്യനാൾ വരെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ ശുഹദാക്കൾക്ക് റിസ്ക് ലഭിക്കുന്നുണ്ട് മരണത്തോടെ തന്നെ. അതുപോലെ അവന് മരണത്തോടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റിസ്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഖബറിലെ ശിക്ഷ ഉണ്ടാവുകയില്ല. 10ാമത്തെ കാര്യം സദഖത്തുൻ ജാരിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഖഫ്. അതാണ് വഖഫ്. എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അസ്ൽ എന്താണോ അതവിടെ പിടിച്ചു വെക്കുക, എന്നിട്ട് അതിൻ്റെ ഉപകാരം ആളുകൾക്ക് നൽകുക. സഹാബത്ത് ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തോട്ടം അത് വഖഫ് ചെയ്തു. എങ്ങനെ വഖഫ് ചെയ്തു? തൻ്റെ കുടുംബത്തിലെ ഫക്കീറുകളായ ആളുകൾക്ക്. ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽ ഏതൊക്കെ ഫക്കീറുകളായ ദരിദ്രരായ ആളുകൾക്കുണ്ടോ അവർക്ക് മാത്രം. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഒരാൾക്ക് എന്ത് ചെയ്യാം? വാഖിഫിന്, വഖഫ് ചെയ്യുന്ന ആൾക്ക് പറയാം ഇത് ഇന്ന ആവശ്യത്തിനാണ് എങ്കിൽ ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഒരാൾ ഒരു മസ്ജിദിലേക്ക് ഒരു വസ്തു ദാനം ചെയ്തു, എന്താണ് നിയമം? ആ മസ്ജിദിൽ അത് ഉപയോഗിക്കണം. അതെടുത്ത് മദ്രസയിൽ കൊണ്ടുപോകരുത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മസ്ജിദിൽ ഒരു കസേര ഒരാൾ വഖഫ് ചെയ്ത് നോക്കി നിങ്ങൾ, എങ്കിലും അത് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? മസ്ജിദിലാണ്. മസ്ജിദിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എവിടേക്കാണോ നിങ്ങൾ വാങ്ങിയത് വഖഫ് ചെയ്ത് അത് അവിടെ ഉപയോഗിക്കണം. അത് അവിടത്തേക്കുള്ളതാണ്. ദാനം ചെയ്ത ആളുടെ, വഖഫ് ചെയ്ത ആളുടെ താല്പര്യം പോലെ. എത്രത്തോളം അത് കേടുവന്നാൽ അതിന് ഉപയോഗശൂന്യമായാൽ പോലും അത് വിറ്റ് അതുകൊണ്ട് എന്തെങ്കിലും പണം ലഭിക്കുമെങ്കിൽ ആ പൈസ അതേ മസ്ജിദിന് അല്ലെങ്കിൽ അയാൾ എവിടത്തേക്കാണോ വഖഫാക്കിയത് അവിടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വഖഫ് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈ നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത് വഖഫ് ചെയ്താണെന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. വെറുതെ അല്ല, വാഖിഫിൻ്റെ നീയത്തുണ്ടത്. വഖഫ് ചെയ്ത ആളുടെ നീയത്ത് അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. അയാൾക്ക് അള്ളാഹു അനുവദിച്ച രൂപം ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് പറയാം. അള്ളാഹു അനുവദിക്കാത്തത് പറയാൻ പാടില്ല. ഒരാൾ വഖഫ് ചെയ്യാണ്, എന്ത്, മോനോടൊരു പൈസ കൊടുത്തിട്ട്, മോനെ ഞാൻ മരിച്ചാൽ ഈ പൈസ കൊണ്ട് നീ ഒരു തുണി വാങ്ങി ആ ദർഗയിലെ ഖബർ പതിപ്പിക്കണം. ആ വഖഫ് പാടില്ലാത്ത വഖഫാണ്. മകനെ സംബന്ധിച്ചിടത്തോളം അത് നിറവേറ്റാൻ ഹറാമാണ്, പാടില്ല. അള്ളാഹു അനുവദിച്ച ഏത് ഖൈറിലും വഖഫ് ചെയ്യുക. അള്ളാഹു അനുവദിക്കാത്തതിൽ വഖഫ് പാടില്ല. ഇത് അള്ളാഹു അനുവദിക്കാത്തതാണ്. ദർഗ, ജാറം മൂടുക, ഖബറുകൾ കെട്ടിപ്പൊക്കുക, അവിടെ വിളക്കൊളുത്തുക, അവിടെ തുണിയിട്ട് മൂടുക, പാടില്ലാത്ത ഹറാമായ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സംഗതികളാണ്. അള്ളാഹു അനുവദിച്ച ഏത് കാര്യത്തിനും ഒരാൾക്ക് വഖഫ് ചെയ്യുക. അതിന് പ്രത്യേക നിബന്ധനകൾ ഒരാൾക്ക് വെക്കാം. അതിന് നാദിറിനെ ഏൽപ്പിക്കാം. നാദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി നടത്താനുള്ള ആളെ ഏൽപ്പിക്കാം. അതൊരാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളാണ് നോക്കി നടത്തേണ്ടത്. ഇപ്പോൾ ഒരാൾ പറയണം, എൻ്റെ ഈ കെട്ടിടത്തിൻ്റെ വാടക നീ എല്ലാ മാസവും സാധുക്കൾക്ക് കൊടുക്കണം. അതിനൊരാളെ ഏൽപ്പിച്ചു. അതിന് നാദിറുൽ വഖഫ് എന്ന് പറയും. വഖഫ് നോക്കി നടത്തുന്ന ആൾ. അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖഫ് ചെയ്ത ആളുടെ താല്പര്യം എന്താണ്, അയാൾ എന്താണോ പറയുക അത് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം. ഈ നാദിർ മരിച്ചുപോയി, മറ്റേ ആൾ മരിച്ചതിന് ശേഷം നോക്കി നടത്തുന്ന ആൾ മരിച്ചുപോയി എങ്കിൽ ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ അവർ ഏറ്റെടുക്കണം. അതല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഒരു നാട്ടിലെ സാധുക്കളാണ് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം. കുറച്ച് 1-2 ആൾ ഏറ്റെടുക്കാൻ പറ്റിയ ആളുകളാണെങ്കിൽ അവർ ഏറ്റെടുക്കുക. അതല്ലെങ്കിൽ ഭരണകൂടം ഏറ്റെടുക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ വഖഫിന് പ്രത്യേക മന്ത്രാലയവും അതിന് മന്ത്രിയും അതിന് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. വഖഫ് ഒരാൾക്ക് ഷർത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ തൻ്റെ മരണശേഷം, ഞാൻ മരിച്ച ശേഷം ഇത് വഖഫാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ എന്തെങ്കിലും നിബന്ധന, വേറെന്തെങ്കിലും നിബന്ധന വെക്കരുതെന്ന് പറഞ്ഞാൽ
ഇപ്പം എൻ്റെ ഈ കച്ചവടം അത് ഇന്ന രൂപത്തിലായാൽ ഇങ്ങനെ, ഇന്ന രൂപത്തിലായാൽ അങ്ങനെയല്ല, മറിച്ച് ഇതിൻ്റെ വരുമാനം അത് ഈ സാധുക്കൾക്കുള്ളതാണ്, അങ്ങനെ നേർക്ക് നേരെ പറഞ്ഞിരിക്കണം. എന്നാൽ തൻ്റെ മരണശേഷം അത് വഖഫാണ് എന്നൊരാൾക്ക് നിബന്ധന വെച്ച് പറയാം. അയാൾ എന്തു പറഞ്ഞോ അത് അതുപോലെ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞോ അതുപോലെ കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് സഹാബത്തിൽ കഴിവുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ വഖഫുകൾ സംരക്ഷിക്കേണ്ടവരാണ്, വഖഫുകൾ ചെയ്യേണ്ടവരാണ്, അത് നിലനിർത്തേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണശേഷവും നിലനിൽക്കുന്ന നന്മകൾ ചെയ്യാനും അത് സ്വീകരിക്കപ്പെടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.